അതീവ നാടകീയവും സംഘർഷഭരിതവുമായ സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയാണ്. മദ്യനയ അഴിമതി കേസിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത്. 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധം കനപ്പെടുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി, നിതിൻ അംബുജൻ എന്നിവർ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇരുവരും സംഭവ സ്ഥലത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് തരുന്നു. നിതിൻ, അറസ്റ്റിലായാലും ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കും. ഡൽഹിയിലെ ജനങ്ങളുടെ സഹോദരനാണ് അരവിന്ദ് കെജ്രിവാൾ. ആ ജനത മുഴുവൻ കെജ്രിവാളിനൊപ്പം ഉണ്ടാകും എന്നാണ് അതിഷി ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലെ മന്ത്രിയായ അതിഷി പറഞ്ഞത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ അടിയന്തരവാദത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ സാഹചര്യം എന്താണ്? സാധ്യതകൾ എന്തൊക്കെയാണ്? ഗോപി, എന്തായാലും അറസ്റ്റിനു പിന്നാലെ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത്. ഡൽഹിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് കൂടുതൽ ആം ആദ്മി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും അതിഷി നേരത്തെ വ്യക്തമാക്കിയത് ജയിലിലിരുന്നും അരവിന്ദ് കെജ്രിവാൾ ഭരണം നിർവഹിക്കുമെന്നാണ്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കില്ല, ജയിലിലിരുന്നുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഭരണം നടത്തുമെന്നാണ് ഇപ്പോൾ അതിഷി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നാടകീയ സംഭവങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ അരങ്ങേറുകയാണ്. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിന് മുൻവശം ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലെ പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡൽഹിയിലെ BJP ഓഫീസിലടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടിയന്തരമായി തന്നെ ഈ ഹർജി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ സുപ്രീം കോടതി നേരത്തെ അതിഷി പറഞ്ഞത് ഞങ്ങളുടെ അഭിഭാഷകർ കോടതിയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാത്രി തന്നെ അടിയന്തരമായി വാദം കേൾക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് നിയമവിദഗ്ധർ പറയുന്നത്? അതിനുള്ള സാഹചര്യം ഇന്നുണ്ടാകുമോ? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഈ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചതിനെ തുടർന്നാണ്. എന്താണ് അതിന്റെ നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്? ഗോപി, എന്തായാലും നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയത് പ്രധാനമായും 2 കാര്യങ്ങൾ, അതായത് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് 2 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടി നേരിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും അറസ്റ്റ് തടയണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. എന്താ നിയമസാധുത ചോദ്യം ചെയ്യുന്ന ഹർജിയും കൂടാതെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിൽ ഇപ്പോഴുള്ളത്. അതിൽ നാളെ മാത്രമേ ഹർജി പരിഗണിക്കുകയുള്ളൂ. നിലവിൽ ഇതുവരെ ഇടക്കാല ആശ്വാസം അറസ്റ്റ് തടയുന്നതിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ED സംഘം ഇന്ന് വീട്ടിലെത്തി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ആ ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ ഹർജി നാളെ മാത്രമേ പരിഗണിക്കുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹർജി 9 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയാണ് 12 അംഗ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം വീട്ടിലെത്തി 1 മണിക്കൂർ ചോദ്യം ചെയ്ത് തൊട്ടു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ അറസ്റ്റ് തടയാതിരുന്ന ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ആം ആദ്മി പാർട്ടി ഹർജി നൽകിയിരുന്നു. അപ്പോൾ അതിനു മുൻപ് നിർബന്ധമായും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകണം എന്ന ഒരു ആസൂത്രിത നീക്കം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഗോപി, അത് തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രധാനമായും और वो चाहते हैं कि जितने भी लीडर हैं, चाहे विपक्षी हो चाहे आम आदमी पार्टी के हो, उनको जेल में डाल दिया जाए, जैसे कि वो अपनी सरकार आगे अकेले ही चला सके।
ആം ആദ്മി പ്രവർത്തകരെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടുന്നു. അവരെ ഓരോരോ സംഘങ്ങളായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഡൽഹിയിൽ നാടകീയ നീക്കങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഒരു തരത്തിലും പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നാക്കം പോകില്ലെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ സഹോദരനെ പോലെ കാണുന്നു. അതുകൊണ്ട് അവരുടെ പിന്തുണ പൂർണ്ണമായുണ്ട്. ജയിലിൽ നിന്നും ഭരണം തുടരും, രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ എത്തി ഇന്ന് അർദ്ധരാത്രി തന്നെ അടിയന്തരവാദം കേൾക്കണമെന്ന അഭ്യർത്ഥന കോടതിക്ക് മുന്നിൽ വെക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് കോടതി സ്വീകരിക്കുക എന്നത് ഈ ഘട്ടത്തിൽ നിർണായകമാണ്. 12 പേരടങ്ങുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമാണ് ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ചോദ്യം ചെയ്യലും അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഏറെക്കുറെ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് പറയാം. ഹൈക്കോടതി അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി സംഘം എത്തി അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അവിടെ വിവിധ ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം ഡൽഹി തെരുവുകളിൽ നടക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.